കോഴിക്കോട്ടേക്ക് പോകുന്നു. കോഴിക്കോട് കാക്കൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSൽ 33 ലക്ഷത്തിന് തട്ടിപ്പ്. അമ്പമ്പോ 2021 മുതൽ നടന്ന തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടിട്ടും CDSന്റെ അക്കൗണ്ടന്റായിരുന്ന ഡിവൈഎഫ്ഐ നേതാവിനെ സംരക്ഷിക്കാൻ ശ്രമം നടന്നു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ആയിരുന്ന ജിതിനെതിരെ കാക്കൂർ പോലീസ് കേസും എടുത്തിട്ടുണ്ട്. നിരവധി തവണ പരാതി നൽകിയിട്ടും പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനമാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നുള്ളതെന്ന് കോൺഗ്രസ് നേതാവ് രജിലേഷ് ആരോപിക്കുകയും ചെയ്തു. രജിലേഷ് പറഞ്ഞത് കേട്ട് തിരിച്ചുവരാം. ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു പുള്ളി. ആ സമയത്ത് പാർട്ടി അല്ലെങ്കിൽ കാക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അടുത്ത് ഈ വിവരങ്ങൾ പറയുകയും മറ്റു ആളുകളെയൊക്കെ ജില്ലാ മിഷനിൽ വരെ കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ജില്ലാ മിഷനിൽ വരെ പരാതി മുൻ ASസും കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴത്തെ ASസും പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ പാർട്ടിയും ജില്ലാ മിഷനിൽ ഉള്ളത് ഏകദേശം 3/4 ഭാഗത്തോളം CPM അനുകൂല സംഘടനയിലും CPMൻ്റെ ഭാരവാഹികളാണ്. അവർ പൂർണ്ണമായിട്ടും ഈ പ്രതിയെ സംരക്ഷിക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത്. രാകേഷ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഈ രാകേഷ്, CDSൽ 33 ലക്ഷം എങ്ങനത്തെയാണ് തട്ടിയത് ഇവര്? ഡോക്ടർ അരുൺകുമാർ, 33 ലക്ഷം രൂപ തട്ടിയത് 2021 മുതലാണ്. അതായത് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് നൽകുന്ന ലോണുണ്ട്. ഈ ലോണിൽ 5 ലക്ഷമാണ് ലോൺ പാസ്സായതെങ്കിൽ ഇദ്ദേഹം ലോണായി നൽകുക 4.5 ലക്ഷം രൂപയാണ്. ഒപ്പം തന്നെ ഇതിന്റെ തിരിച്ചടവ്, ബാക്കി വരുന്ന തിരിച്ചടവ് കുടുംബശ്രീക്ക് തന്നെ വന്നിട്ടുള്ള മറ്റ് ഫണ്ടുകൾ ഉണ്ടാവും. വനിതാ വികസന കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുക്കേണ്ടുന്ന ലോൺ ഉണ്ടാവും. ഈ ലോണിൽ നിന്ന് തന്നെയാണ് ഈ തുക ഇദ്ദേഹം തിരിച്ചടച്ചുകൊണ്ടിരുന്നത്. ആദ്യഘട്ടത്തിലൊന്നും ക്രമക്കേട് ശ്രദ്ധയിൽപ്പെടാതിരുന്നത് ഇതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ 2021 മുതൽ തന്നെ ഇത്തരത്തിൽ ക്രമക്കേട് നടക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ക്രമക്കേട് സംബന്ധിച്ച് ജില്ലാ മിഷൻ നടത്തിയ ഓഡിറ്റിലാണ് 33 ലക്ഷം രൂപയുടെ മൊത്തത്തിൽ ക്രമക്കേട് നടന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഈ ക്രമക്കേട് നടന്നിരുന്ന സമയത്ത് താൽക്കാലിക അക്കൗണ്ടന്റ് ആയിരുന്ന ജിതിൻ ഡിവൈഎഫ്ഐയുടെ മേഖലാ സെക്രട്ടറി ആയിരുന്നു. ഇദ്ദേഹം ഇപ്പോൾ പദവികളിലൊന്നും തന്നെ ഇരിക്കുന്നില്ല. പക്ഷേ ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ ക്രമക്കേട് വളരെ കാലമായി തന്നെ തുടങ്ങിയിട്ടും റിപ്പോർട്ട് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ആരോപണം. നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനെ നേരിട്ട് കണ്ടിരുന്നു. അദ്ദേഹം ഈ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറി കാക്കൂർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജിതിനെതിരെ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷേ ഇത് മാസങ്ങളായി തന്നെ പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽ സജീവമായി ഇരിക്കുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ CDSൽ നിന്ന് 2 പേർ രാജിവെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഡിവൈഎഫ്ഐ നേതാവായതുകൊണ്ടാണ് ഇദ്ദേഹത്തെ സംരക്ഷിക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കാക്കൂർ പഞ്ചായത്തിൽ കോൺഗ്രസ്. 33 ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് CDSൽ ഉണ്ടായത് എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ആരോപിക്കുന്നത്. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാലങ്ങളായിട്ട് ഈ തട്ടിപ്പ് തുടരുന്നു. ആരോപണം ഉയർന്നിട്ടും ഈ അക്കൗണ്ടന്റായിരുന്ന ജിതിനെ സംരക്ഷിച്ചു എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവിന്റെ ആക്ഷേപം. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്.